ഫിറ്റ്നസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ശരത്താന്ന് തോന്നുന്നു. നല്ല പയ്യനാണ്, നല്ല ഫിറ്റ്നസ് ഉള്ള ഒരാളാണ്. ഈ ഫിറ്റ്നസ് ഫീൽഡിൻ്റെ ഈ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റിനെ കുറിച്ചും ബാക്കി പ്രോട്ടീൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് ഏകദേശം അറിയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ താങ്ക്സ് പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ ഹെർബൽ ലൈഫ് പ്രോഡക്റ്റ് കഴിക്കാമോ ഇത് കണ്ടതിന് ശേഷം തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ തമ്പനിയിലൊക്കെ കാണുന്നത്. അപ്പോൾ അത് കണ്ട് എൻ്റെ ഒരുപാട് കസ്റ്റമർ വിളിച്ചിട്ട് സംസാരിച്ചു, ഇതിങ്ങനെയാണ്, ഇങ്ങനെ കാണുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വീഡിയോക്ക് ഒരുപാട് ലൈക്ക് കമൻ്റൊക്കെ ഇടുന്നുണ്ട്, അത് ശരി തന്നെയാണോ? എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ ചെയ്യുന്ന വെൽനസ് കോച്ച് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ കോച്ച് എന്ന് പറയുന്ന പോലെ ഞാനൊക്കെ ഈ ഫുഡ് കഴിച്ചിട്ട് റിസൾട്ട് എടുത്ത എന്നെ പോലത്തെ ഒരുപാട് വ്യക്തികളുണ്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. അവരൊക്കെ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു ഷീറ്റിൽ കുറിച്ചിട്ട് കൊടുക്കുന്നതല്ല, സെയിൽ ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നതല്ല. അവർ സ്വന്തം യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഷെയർ ചെയ്യുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇത് ഫോർമുല 1 ബനാനയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വെറുതെ ഒരു രസത്തിന് അദ്ദേഹം പറഞ്ഞ ശ്രദ്ധിക്കില്ലേ, ഇതാ വളർന്നിട്ടല്ലാതെ ഓർഡർ ആയതുകൊണ്ട് വായിക്കല പറ്റുകയാണ്. അപ്പം ഞാനൊക്കെ കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ സൈഡ് എഫക്റ്റാണ്. ഈ സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഞാൻ കഴിക്കും, ഞങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് തരുന്നത്. മനസ്സിലായില്ലേ? ഞാനൊക്കെ ഈ ഹെർബൽ ലൈഫിൻ്റെ വെൽനസ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് കഴിക്കുന്ന ഫുഡ് നിങ്ങൾ ലിക്വിഡാക്കിയിട്ട് കഴിക്കുന്നത് കണ്ടിട്ടുള്ളൂ. ഇതുപോലെ പൗഡർ വായിലിട്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ അത്ര ടേസ്റ്റാണ്. ഇതാ സൈഡ് എഫക്റ്റ് ഉള്ള സാധനമാണ് ഈ വീഡിയോയൊക്കെ പറയുന്നത്. സൈഡ് എഫക്റ്റ് കഴിക്കുന്നുണ്ട്, സൂക്ഷിച്ചോ. എന്തെങ്കിലും വയ്യ കരള പോവും, ലിവർ പോവും, കിഡ്നി പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എൻ്റെത് പോട്ടാൽ മതി, എന്നിട്ട് ബാക്കിയുള്ളവർ പോയാൽ മതി. വേണ്ടത് പോട്ടെ. അപ്പം ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പിന്നെ ഇട്ടുതരാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. ബനാന നല്ല റോബസ്റ്റ് പഴം പോലെ ഉണ്ട്. അപ്പോൾ ഈ സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കുമോ? ഞാനൊരു തുള്ളി വെള്ളം കുടിക്കുന്നില്ല ഇപ്പോൾ. അപ്പം എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ വീഡിയോ കാണുന്നവർ ഹെർബൽ ലൈഫിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇവിടേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സൈഡ് എഫക്റ്റ് ഉണ്ടല്ലോ. അപ്പം ഇത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ തന്നെ വെച്ചാൽ അതാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് രാവിലെ മുതൽ ഒരുപാട് പേരോട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് മടുത്തു. മക്കളെ വേറെ ഒരാൾ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, മോളെ നിങ്ങൾക്ക് 2 പെൺമക്കളൊക്കെ ഇല്ലേ, മൂന്ന് മക്കളല്ലേ വരുന്നത്, ഇതൊക്കെ ചെയ്യുമ്പോൾ ആലോചിച്ച് ചെയ്യണ്ടേ? നിങ്ങൾക്ക് ഇതിനെയും കാട്ടി നല്ലത് വല്ല എന്താ പറയുക LCHF ചെയ്തുകൂടെ? എന്തിനാണ് കണ്ട മരുന്നൊക്കെ കഴിക്കുന്നത്? മരുന്ന് കഴിക്കാൻ ഞങ്ങൾ പറയുന്നില്ല. ഇറ്റ് ഈസ് എ ന്യൂട്രീഷൻ ഫുഡ് 18ഓളം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡ് എഫക്റ്റ് പറയുന്നവർക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഇതിൻ്റെ മുകളിൽ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അപ്രോച്ച് 3 സ്പൂണിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നുള്ള വിറ്റാമിൻസ് എത്ര കണ്ടൻറ്റ് 3 സ്പൂൺ, അതായത് ഒരു ഷേക്കിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് കംപ്ലീറ്റ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ പ്രോട്ടീൻ പൗഡർ എല്ലാം എത്ര കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്, എങ്ങനെ അടങ്ങിയിട്ടുണ്ട്, എത്ര വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്, കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലില്ലേ. പിന്നെ എന്തിനാണ് ഇതിപ്പം ഈ പൊടി വന്നിട്ട് ഉണ്ടാക്കാൻ പറ്റിയിരിക്കുക? ഞാൻ അതുവരെ വായിത്തുന്നു. അപ്പോൾ അത് പറയാനുള്ള കാരണം വെച്ചാൽ ഹെർബൽ ലൈഫിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ എനിക്കൊക്കെ ഒരുപാട് ഓവറായിട്ട് ഇവിടെയൊക്കെ തൂങ്ങിക്കിടന്ന സൈഡ് എഫക്റ്റ്, ഇവിടെ തൂങ്ങിക്കിടന്ന സൈഡ് എഫക്റ്റ്, ഈ സൈഡിലുള്ള എഫക്റ്റൊക്കെ പോയി കിട്ടി. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്ത് പറഞ്ഞാൽ ഞാൻ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്നു 53 കിലോ കുറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മധുരങ്ങളും സീഡ്സുകളൊക്കെ കൂടുതൽ കഴിക്കാറില്ല. പക്ഷേ ഹെർബൽ ലൈഫ് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ശരിക്കും ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ നല്ല ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഏത് ഭക്ഷണം എങ്ങനെ, ഏത് രീതിയിൽ, ഏത് ഫുഡ്, ഏത് സമയത്ത്, എത്ര ലിറ്റർ വെള്ളം. ഹെർബൽ ലൈഫിൻ്റെ കോച്ചാണെന്ന് എനിക്ക് പറഞ്ഞു തന്നത്, എൻ്റെ പ്രിയപ്പെട്ട കോച്ചാണെന്നൊക്കെ പറഞ്ഞു തന്നത്. പ്രിയ സാറാണ് എൻ്റെ കോച്ച്.
ഞാൻ ഇതുവരെ എൻ്റെ കോച്ച് അദ്ദേഹത്തോട് എനിക്ക് ഫ്രം ദ ഹാർട്ട് നിന്ന് നന്ദി പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് അസ്വസ്ഥത കൊണ്ട് മുമ്പോട്ട് പോയൊരു വ്യക്തിയാണ്. അതായത് യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളും മറ്റെല്ലാം കൊണ്ട് ബുദ്ധിമുട്ട് പോയവിടെ. പക്ഷേ അത് ഹെർബൽ ലൈഫിൽ കുറഞ്ഞെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അത് ഹെർബൽ ലൈഫിൽ കുറയാൻ വേണ്ടി ഇതൊരു മെഡിസിനും അല്ല, അത് ഞാൻ പ്രത്യേകിച്ച് പറയാം. കാരണം ഒന്നും ഹെർബൽ ലൈഫിനെ കുറിച്ച് ഒന്നും അറിയാതെ ഒരു ബഗിടത്തരം പറയുന്ന കുറേ ടീംസ് ഉണ്ടല്ലോ, അവരോട് ഞാൻ അത്ര താക്കിയതെന്നല്ല, അത്ര കാര്യമായിട്ട് പറയാനുള്ള മെയിൻ റീസൺ ഇതുകൊണ്ട് തന്നെയാണ്. ആദ്യം ഹെർബൽ ലൈഫ് എന്താണ് പഠിക്കുന്നത്? 42 വർഷമായി 42 വർഷമായി ഇന്ത്യയിൽ 22 വർഷമായി. ഇപ്പോൾ ഇന്ത്യയിലെ ഒളിമ്പിക്സ് ടീമിന് ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയുന്ന സൈഡ് എഫക്റ്റ് അഥവാ സൈഡ് എഫക്റ്റ്. ഇവിടെ ഒരുപാട് ഡയാലിസിസ് സെൻ്റർ ഇല്ലേ? ഡയാലിസിസ് സെൻ്റർ ഒരുപാടില്ലേ? CH സെൻ്റർ ഉണ്ട്. അവിടെ പോയി ചോദിക്കുക ഹെർബൽ ലൈഫ് കഴിച്ചിട്ടാണോ നിങ്ങൾ കിഡ്നി പോയതെന്ന്. ഒരു പറയുന്നതിനൊരു അന്തവും കുന്തവും ഇല്ലേ? അന്തവും കുന്തവും വേണ്ടേ? കാരണം എനിക്ക് 2 ദിവസമായിട്ട് പറഞ്ഞു മടുത്ത്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കോപ്പി ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ലഭ്യമാണ്. കമ്പനി പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഇതിൻ്റെ മുകളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതർ വെബ്സൈറ്റ്, അതായത് കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്നല്ല, അതർ വെബ്സൈറ്റ്, ഓൾ വെബ്സൈറ്റും അതർ ചാനലിലും ഇതിനൊക്കെ വാങ്ങുന്ന സാധനങ്ങൾക്ക് കമ്പനി യാതൊരു ഉത്തരവാദിയല്ല. കാരണം എന്ന് വെച്ചാൽ ഇതിന് ഇവിടെ ബാർകോഡ് ഉണ്ട്, പിന്നെ പറയുന്നത് ഇവിടെ ബാർകോഡ് ഉണ്ട്, പിന്നെ ഇതിനൊരു ബാർകോഡ് ഉണ്ട്, ഇതിൻ്റെ അകത്തൊന്നുണ്ട്, ഈ സ്റ്റിക്കറിൻ്റെ അകത്തൊന്നുണ്ട്. ഇത് ആരെ പേരിലാണോ വാങ്ങിയത് ഈ ബാർകോഡ് സെർച്ച് ചെയ്തറിയും. നിസാർ സൺ ഓഫ് മുഹമ്മദ് കുഞ്ഞി ബിസ്മില്ല മനസ്സിൽ കണ്ടംകട ഭാവി എന്നൊക്കെ പറഞ്ഞ എൻ്റെ അഡ്രസ്സ്, ആധാറിലുള്ള അഡ്രസ്സ് ഇതിൻ്റെ അകത്തുണ്ട്. ഇത്രയും കൃത്യമായി ചെയ്യുന്നൊരു കമ്പനി സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് ഒരു പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ? നിങ്ങൾ അടിച്ചു നോക്ക്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എന്തടിച്ചു നോക്കുന്ന വെച്ചാൽ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഹെർബൽ ലൈഫ് ഒന്നും നിങ്ങൾ അടിക്കണ്ട. ഹെർബൽ ലൈഫ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യേ വേണ്ട. വേൾഡ് നമ്പർ 1 ന്യൂട്രീഷൻ എന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യം സംസാരിക്കും. മുമ്പ് എപ്പോഴെങ്കിലും ആരെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് എവിടെ നിന്ന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ട് ഇപ്പോൾ സൈഡ് എഫക്റ്റ് ഇപ്പം ഞാനും ചില വീഡിയോ ഇടുമ്പം അതിൻ്റെ ഇടയിൽ ഞാൻ യൂട്യൂബ് റീച്ച് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഹെർബൽ ലൈഫ് സൈഡ് എഫക്റ്റ് എന്ന് കൊടുത്തു. ആ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്തത്. ഞാനിപ്പോൾ അത് മാറ്റി, പേര് മാറ്റി, ഹെർബൽ ലൈഫ് സൈഡ് എഫക്റ്റ് എന്നുള്ള പേര് മാറ്റി. ഞാൻ ഹെർബൽ ലൈഫ് സൈഡ് എഫക്റ്റ് എന്നിട്ട് വെറുതെ കൊടുത്തു, ഹെർബൽ ലൈഫ് സൈഡ് എഫക്റ്റ്. ആ വീഡിയോ എൻ്റെ 3000K വ്യൂവേഴ്സാണ്. അപ്പോൾ ഏതിൻ്റെയും ആദ്യം ദോഷം ഉണ്ടാവും. കാരണം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഞാനിപ്പം ഈ വീഡിയോ ഒരു 5 മിനിറ്റ് അടുത്തായി സംസാരിക്കുന്നത്. ഞാനിപ്പം ഈ ഹെർബൽ ലൈഫിൻ്റെ ഫോർമുല കൊണ്ട് 2 സ്പൂണാണ് ഞാൻ അകത്താക്കിയത്. 15 30 മില്ലിൻ്റെ അടുത്ത്. ഓക്കെ, 15 നമുക്ക് നോക്കണം. അത് പറയുമ്പോൾ തെറ്റ് വരാൻ പാടില്ല. സ്പൂണ് ഞാനിതുവരെ നോക്കിയിട്ടില്ല, അപ്പം നമുക്കൊന്ന് നോക്കാം എത്ര ഉണ്ടെന്ന്. 14.25 മില്ലി. അപ്പോൾ അത്രയും 28.28 മില്ലി ഗ്രാം ഞാൻ അകത്തിപ്പോൾ വെള്ളം കുടിക്കാതെ അകത്താക്കി. നിങ്ങൾ ഷേക്ക് അടിക്കുന്നതെല്ലാം കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, സൈഡ് എഫക്റ്റ് വരുന്നത് ഞാൻ ആദ്യം തട്ടിപ്പോട്ടെ. കാരണം ഒരാളുടെ ഹെൽത്തി പരമായിട്ടുള്ള മാറ്റങ്ങൾ, ഹീറ്റിംഗ് ഹാബിറ്റ്സ് എൻ്റെ ചേഞ്ച് ചെയ്ത് തന്നത് എൻ്റെ പ്രിയ സാറാണ്. അദ്ദേഹത്തോട് ഞാൻ ആദ്യം പറഞ്ഞു നന്ദി, ഇപ്പോഴും പറയുന്നു നന്ദി. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം എനിക്ക് തന്ന ഡയറ്റ് പ്ലാൻ കാര്യങ്ങൾ ഫ്രം ദ ഹാർട്ട് എന്ന് ഹെർബൽ ലൈഫിനോടും പറയുന്നു. ഇത് ഞാൻ എന്തായാലും മൊത്തം കൊടുക്കും. ഇതിനെന്ത് സംഭവിച്ചോട്ടെ, എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് മാറിയിട്ടുണ്ട്. അതിനെയും കാട്ടി ഉപരി ഒരാളുടെ പകുതി വെയിറ്റാണ്, 53 കിലോ. ഇനെന്തായിക്കോട്ടെ, ഞാനിപ്പോൾ ഐഡിയൽ വെയിറ്റിലെത്തില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ 53 കിലോ, അതായത് ഒരാൾ 100 കിലോയിലുണ്ട ഒരാളാണെങ്കിൽ അയാൾ ഐഡിയൽ വെയിറ്റിനെയും കാട്ടി കൂടുതൽ എനിക്ക് പോയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എക്സസ് വെയിറ്റ് ആയിരുന്നു, 140 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു, 139 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു. അത്രയും ബുദ്ധിമുട്ട് കൊണ്ട് നിറഞ്ഞ സമയത്താണ് ഹെർബൽ ലൈഫ് വന്ന സമയത്ത് ഞാൻ ആദ്യമൊക്കെ കുറേ ആൾ പറയുന്നുണ്ട് എക്സ്പെൻസ്, ആദ്യമൊക്കെ കുറച്ച് കാലം നിർത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം 1 മാസം എടുത്തിട്ട് പിന്നെ എൻ്റെ കോച്ച് എന്നെ പിന്തുടർന്നുകൊണ്ട് ഭാഗമായിട്ട് ഇപ്പം ഞാൻ ഇതിൻ്റെ കോച്ചിങ് ആയിട്ട് നടക്കുന്നു. എന്നിരുന്നാലും ഈ ഫുഡിനോട് എത്ര പറഞ്ഞാലും വേൾഡ് നമ്പർ 1 ന്യൂട്രീഷൻ ഫുഡ് ലോഞ്ച് ചെയ്യും. ഇനി ആരെതിർത്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ വൈഫും എൻ്റെ ഉമ്മയും എൻ്റെ മക്കളും കഴിക്കുന്ന ഫുഡ് നിങ്ങൾക്ക് ഇതിനെ തൃപ്തിയായെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഞങ്ങൾ ആരും ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന, ഇതിൻ്റെ വെൽനസ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്ന, ഇതിൻ്റെ പാർട്ട് ടൈമായിട്ട് ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളും ഈ ഫുഡിനെ നിങ്ങൾ നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണം, ഗൈഡ് ചെയ്യണം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഇത് ഞാൻ ഒരു നിശ്ചിത സമയം കൊണ്ട് ചെയ്ത വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,
ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് കരുതുന്നു. താങ്ക് യു വാച്ചിങ്. എന്നെ സഹിച്ചതിന് വളരെ താങ്ക്സ്. Excitement of involvement in the community, which is really cool because we have a lot of locals. The Herbalife Base Camp, it's amazing up there. It's just a fabulous microcosm of what Herbalife is. My goal coming into this race was to get a top 10, and I ended up 5th, so I actually kind of exceeded what I came here to do. This was just kind of a brutal sufferfest. This year I got my personal best. I attribute it to just hard work and great nutrition. This weekend was a huge success for Herbalife. We had customers coming by. We had a 5th place, a 16th place. We had several guys in the top 30. It was a big day for Herbalife. I think we left a really positive impression with all the racers, which is just awesome, and that's our goal. Yesterday was the mountain bike race, just a brutal race. And then you got to get up and recover and run a 10K in the morning. It's going to be rough. We just have 2 more events to finish. All of Team Herbalife that are in the Leadman competition, we're all just continuing to drive forward. It was actually really hard, and mentally during that short time I was thinking, man, this 100's going to be hard. So hopefully this weekend I'll recover and get ready for the 100. Last weekend was a 100-mile mountain bike race. The morning after was a 10K, which was just unnecessarily difficult. Kind of suffered through that, and then I had a week to recover. Here I am. It's Friday before the 100-mile run. It's the last event in the Leadman competition. I'm really nervous. I'm really scared. It's gonna suck at so many different times. The biggest challenge is dealing with the altitude. The lack of air is extremely challenging. You run the first 50 with your legs. You run the second 50 with your mind. I've never pictured myself as being a runner, especially an endurance runner. It's that whole attitude of that you can't quit. You got to move forward. I'm super worried I may not finish the run. Anything can happen. 3, 2, 1. Pass somebody and you don't even know who they are, and they're like, let's go, Leadman. It's just very supportive and inspirational. It's kind of what keeps me wanting to sign up again next year. How well you do is a function of how you can manage the race in smaller blocks, staying on top of your nutrition. It's gonna be the hardest thing I've ever done in my life. I honestly chose to do Leadman because it seemed impossible. I feel amazing. Probably the hardest thing I've ever done to accomplish something like this is just, like, I can't compare it to anything. The last 30 hours were very intense. I thought I was going to fail at this, and then there were times when I was sure it was going to work. I'm a 3-time Leadman. I had my personal record. It was a really good day for me. Part of the reason that I love this type of racing is there's so many people that are involved, and you're kind of helping each other along the way. I knew it was going to be the hardest event. I ended up running 65 miles. I obviously want to do more. I didn't finish. I was pretty emotionally wrecked. But for me, the success of that run was that I was literally on my feet moving for 19 hours. If you asked me at the beginning of the summer if I could do that, it would have been literally impossible.
This summer was a huge success. I got really fit. I traveled all over the world. I raced in beautiful places from the Swiss Alps to the Dolomites of Italy. I met tons of members, tons of athletes, tons of just really cool people. And I spent a lot of time in Leadville, Colorado, and just kind of changed my perspective of seeing natural beauty. It was a pretty amazing summer. This summer might be over, but I'm always looking forward to the next big challenge, whatever that might be, so who knows.